2017 ഫെബ്രുവരി 17 രാത്രിയാണ് കേരളത്തെ തന്നെ ഞെട്ടിച്ച ആ സംഭവം അരങ്ങേറുന്നത്. അങ്കമാലി അത്താണിക്ക് സമീപത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ മലയാള സിനിമയിലെ ഒരു യുവനടി ക്രൂരമായി അതിക്രമത്തിന് ഇരയായി എന്ന വാർത്ത കേട്ട കേരളമാകെ നടുങ്ങി. അന്നുവരെ മലയാളിക്ക് കേട്ടുകേൾവി ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ കേസിലൂടെ ചുരുളഴിയപ്പെടാൻ പോകുന്നത് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ആ രാത്രി പുലരും മുൻപ് കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണി പിടിയിലായി. പിന്നീട് അങ്ങോട്ട് അറസ്റ്റുകളുടെ പരമ്പര. ഒരാഴ്ചക്കകം തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച മുഖ്യപ്രതിയായ പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽ കുമാറും പിടിയിലായി. സുനിയുടെ അറസ്റ്റോടെയാണ് കേരളത്തെ ശരിക്കും ഞെട്ടിച്ച സംഭവത്തിന്റെ യഥാർത്ഥ വിവരം പുറത്തുവരുന്നത്. സുനി കൊട്ടേഷൻ ഏറ്റെടുത്ത് നടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. കൊട്ടേഷൻ നൽകിയത് നടിക്കൊപ്പം ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച മലയാളത്തിലെ ഒരു മുൻനിര നായകനായ ദിലീപ്. മലയാള സിനിമാ ലോകം തന്നെ രണ്ടായി പിളർന്ന ഒരു വാർത്ത. വൈകാതെ സുനിക്ക് കൊട്ടേഷൻ നൽകി ഗൂഢാലോചന നടത്തിയതിന് മലയാളത്തിൽ ജനപ്രിയ നായകൻ എന്ന മേലങ്കി അണിഞ്ഞ ദിലീപിനെ ജൂലൈ 10 അറസ്റ്റ് ചെയ്തു. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്ന് തട്ടിക്കൊണ്ടുപോയി അപകീർത്തിയ ദൃശ്യം പകർത്താൻ കൊട്ടേഷൻ നൽകുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പിന്നാലെ ദിലീപിനെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കി. പുറകെ വിമൺ ഇൻ സിനിമ കളക്ടീവ് എന്ന വനിതാ സംഘടന രൂപീകരിക്കപ്പെട്ടു. ഇതോടെ മലയാള സിനിമാ നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപും ശേഷവും എന്ന് രണ്ടായി മലയാള സിനിമാ ലോകം വിഭജിക്കപ്പെട്ടു. കേസിന്റെ നാൾവഴി ഇങ്ങനെയാണ്. 2017 ഫെബ്രുവരി 17 രാത്രി 9 മണിയോടെയാണ് ഓടുന്ന കാറിൽ യുവനടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത്. പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിൽ കുമാറായിരുന്നു പീഡനത്തിന് നേതൃത്വം നൽകിയത്. കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണി എന്ന കൊട്ടേഷൻ സംഘാംഗം അന്ന് തന്നെ പിടിയിലായി. നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയത് പൾസർ സുനിയായിരുന്നുവെന്ന് പിടിയിലായ മാർട്ടിനിൽ നിന്ന് മനസ്സിലായതോടെ പോലീസ് സംഘം സുനിക്കായി വലവിരിച്ചു. അതിനിടയിൽ കൊട്ടേഷൻ സംഘം സഞ്ചരിച്ച 2 കാറുകളും സംഘത്തിൽ ഉൾപ്പെട്ട ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവരും കോയമ്പത്തൂരിൽ നിന്നും പിടിയിലായി. അടുത്ത ദിവസം കൊച്ചി തമ്മനം സ്വദേശി മണികണ്ഠനും പിടിയിൽ. സംഭവം നടന്ന് ഒരാഴ്ച തികയുന്ന ദിവസം പൾസർ സുനിയും പിടിയിലായി. പോലീസിനെ വെട്ടിച്ച് കീഴടങ്ങുക എന്ന ലക്ഷ്യവുമായി കോടതി മുറിക്കുള്ളിലേക്ക് ഓടിക്കയറിയ പൾസർ സുനിയെയും വിജീഷിനെയും കോടതി മുറിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെ 7 പ്രതികളെ ഉൾപ്പെടുത്തി 2017 ഏപ്രിൽ 18 അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചു. പൾസർ സുനി എന്ന സുനിൽ കുമാർ ആയിരുന്നു 1ാം പ്രതി. അതിനിടയിൽ കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്ന തരത്തിൽ സുനിയിൽ നിന്ന് സൂചനകൾ ലഭിച്ചു. ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതിന് സുനിയുടെ സഹായികളെ ജൂൺ 25 അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 3 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ജൂൺ 28 ദിലീപിനെയും സുഹൃത്തും നടനും സംവിധായകനുമായ നാദിർഷയെയും ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി 13 മണിക്കൂർ മൊഴിയെടുത്തത്. ഇത് വലിയ വാർത്തയായി. അപ്പോഴും അന്വേഷണം മുന്നോട്ടു പോയി. അതിനിടയിൽ ദിലീപ് ആ സമയം അവസാനമായി അഭിനയിച്ച ജോർജേട്ടൻസ് പൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയിരുന്നതായി തെളിവ് ലഭിച്ചു. ഇതാണ് കേസിനെ വഴിത്തിരിവിലെത്തിച്ചത്. അങ്ങനെ 2017 ജൂലൈ 10 ദിലീപിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 11 ദിലീപ് റിമാൻഡിലായി ആലുവ സബ് ജയിലിലെത്തി. അതിനുശേഷവും ചെറുതും വലുതുമായ പല അറസ്റ്റുകളും നടന്നു. അതിനിടെ ഓഗസ്റ്റ് 15 അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ദിലീപിന്റെ അമ്മ കത്തയക്കുന്ന സ്ഥിതിയുണ്ടായി. നവംബർ 22 ദിലീപിനെ 8ാം പ്രതിയാക്കി അന്വേഷണ സംഘം അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു. അതിക്രമം നടത്തുന്നതിനായി ഗൂഢാലോചന നടത്തി എന്നതാണ് ദിലീപിനെതിരെ ചുമത്തിയ കുറ്റം. കേസിൽ വനിതാ ജഡ്ജി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയും കോടതിയെ സമീപിച്ചു. അങ്ങനെ ഹൈക്കോടതിയുടെ ഉത്തരവോടെ വിചാരണ നടപടികൾക്കായി അന്നത്തെ സ്പെഷ്യൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നിയമിക്കപ്പെട്ടു. 2020 ജനുവരി 30 വിചാരണ ആരംഭിച്ചത്. അടച്ചിട്ട കോടതിയിൽ ആക്രമിക്കപ്പെട്ട നടിയെയാണ് ആദ്യം വിസ്തരിച്ചത്. വിചാരണ നടപടി നടക്കവേ വനിതാ ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി ആ ആവശ്യം തള്ളി. അതിനിടെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപും സുപ്രീം കോടതിയെ സമീപിച്ചു. 2021 ഡിസംബർ 17 ഈ ഹർജി ദിലീപ് പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ കോവിഡ് കാരണവും മറ്റ് പല കാരണങ്ങളാലും
വിചാരണ നീണ്ടുപോകുകയായിരുന്നു. ദിലീപിനെതിരെ മൊഴി നൽകി ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശമുണ്ടായതും ഈ സമയത്തായിരുന്നു. 2023 ഓഗസ്റ്റിലാണ് ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിതയായ നടി പിന്നെയും ഹൈക്കോടതിയിൽ എത്തിയത്. ഹാഷ് വാല്യൂ മാറിയത് ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. അതേസമയം തന്നെ വിചാരണ പൂർത്തിയാക്കാൻ അവസാനം 8 മാസം കൂടി വിചാരണ കോടതി നീട്ടിച്ചോദിച്ചു. അങ്ങനെ പലകുറി മാറ്റിയും നീട്ടിയും സാക്ഷി വിസ്താരം പൂർത്തിയായത് 4.5 വർഷം കൊണ്ടായിരുന്നു. സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിൽ ഉടനീളം കണ്ടത്. ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചതും, ആദ്യം ദിലീപിനെതിരായി മൊഴി നൽകിയ ചില താരങ്ങൾ പിന്നീട് മൊഴി മാറ്റിയതും, സത്യസന്ധമായ നടപടികൾക്ക് വേണ്ടി അതിജീവിതയ്ക്ക് രാഷ്ട്രപതിയെ വരെ സമീപിക്കേണ്ടി വന്നതും നടി ആക്രമിക്കപ്പെട്ട കേസിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി. ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ഓഡിയോ ക്ലിപ്പുകളെ ആധാരമാക്കി പുതിയ FIR ഇട്ടതും, ജനുവരി 10 സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അതിജീവിതയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വീണ്ടും നാടകീയമായ സംഭവങ്ങളുടെ ഘോഷയാത്രയിലേക്ക് നയിച്ചു. വിചാരണ വേളയിൽ 4.5 വർഷം കൊണ്ട് ആകെ 261 സാക്ഷികളെ വിസ്തരിക്കുകയും 1600 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. 8.5 വർഷം നീണ്ട കേസ് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. ഒടുവിൽ ഡിസംബർ 8 കേസിന്റെ വിധി വരികയാണ്. ദിലീപിന്റെ ഭാവി അടക്കം ഡിസംബർ 8 വിധിയിൽ നിർണായകമാകും. സിനിമയിലെ സംഘടനാ രംഗത്ത് പലയിടങ്ങളിലും അവസാന വാക്കായിരുന്ന ദിലീപിന് എല്ലായിടങ്ങളിലും സ്ഥാനം നഷ്ടപ്പെടുത്തിയത് ഈ കേസായിരുന്നു. അതിൽ നിന്ന് പിന്നീടൊരു അതിജീവനം ദിലീപിന് സാധ്യമായിട്ടില്ല. ദിവസങ്ങളോളമുള്ള ജയിൽവാസത്തിനൊടുവിൽ പുറത്തിറങ്ങുമ്പോൾ ദിലീപിന് ആശ്വാസമായത് രാമലീലയുടെ പേരിനൊരു വിജയവും ഒപ്പം നിന്ന കുറച്ച് ആരാധകരും മാത്രമായിരുന്നു. ശേഷം കേരളം കണ്ടതും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും നായകനായ വില്ലന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്.